ഈ തിരുവനന്തപുരത്തെ ചികിത്സാ പിഴവിൽ ഡോക്ടറിനെതിരെ പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ്. ചികിത്സാ പിഴവിന് ഇരയായ സുമയ്യയുടെ സഹോദരൻ. നാളെ പരാതിക്കാരി സുമയ്യയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തുന്നുണ്ട്. കന്റോൺമെന്റ് പോലീസിലാണ് പരാതി നൽകിയിരിക്കുന്നത്. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ചികിത്സാ പിഴവ് വാർത്ത, ദുരിത ജീവിതം, സുമയ്യയുടെ ദുരിത ജീവിതം 24 ആണ് പുറത്തു കൊണ്ടുവന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ അതിൽ നടപടിയിലേക്കൊക്കെ പോകുന്നത്, പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങൾ നൽകും. ഉമേഷ്, പരാതി ഇപ്പോൾ കന്റോൺമെന്റ് പോലീസിന് ലഭിച്ചിട്ടുണ്ട്. പോലീസ് ഉടൻ തന്നെ തുടർ നടപടിയിലേക്ക് കടക്കുമല്ലോ, അല്ലേ? തീർച്ചയായും തുടർ നടപടി ഉടൻ തന്നെ പോലീസ് കടക്കും. നാളെ സുമയ്യയുടെ മൊഴി രേഖപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. നേരിട്ടെത്തി മൊഴി രേഖപ്പെടുത്താനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നാളെ കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തി മൊഴി അറിയിക്കും. നിലവിൽ ഇതുവരെ പോലീസ് പരാതിയിലേക്ക് കുടുംബം കടന്നിരുന്നില്ല. അത് ആരോഗ്യവകുപ്പിൽ നിന്ന് ഒരു നീതി ലഭിക്കുമെന്നുള്ള പ്രതീക്ഷ ഈ കുടുംബത്തിനുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ആരോഗ്യവകുപ്പിൽ നിന്ന് വന്ന വിശദീകരണം അത് പൂർണ്ണമായി തള്ളിക്കൊണ്ടാണ് 24 തന്നെ രണ്ടാമതും പ്രതികരണം സുമയ്യ അറിയിച്ചിരുന്നു. ഇത്തരത്തിൽ നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്നും ഇത് അറിയാമായിരുന്നു എന്നെല്ലാം സമ്മതിച്ചുകൊണ്ടായിരുന്നു ഇന്ന് ആരോഗ്യവകുപ്പിന്റെ ഈ വിശദീകരണം വന്നത്. ഈ സാഹചര്യത്തിലാണ് എന്തായാലും കേസ് നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ കുടുംബം തീരുമാനിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. നാളെ സുമയ്യയുടെ മൊഴി രേഖപ്പെടുത്തി കേസ് രജിസ്റ്റർ ചെയ്യുന്ന നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകും. വിജയകുമാർ. യെസ്, ഈ സർജറിക്കിടെ ശരീരത്തിൽ കുടുങ്ങിയ ഈ കേബിള് അതുമായി ജീവിക്കാം, അത് വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല എന്ന വളരെ വിചിത്രമായ മറുപടിയാണ് ആരോഗ്യവകുപ്പ് ഇന്ന് ഈ വിഷയത്തിൽ നൽകുക കൂടി ചെയ്തത്. അതോടെയാണ് ഇനിയിപ്പോൾ തുടർ നിയമ നടപടിയിലേക്ക് കുടുംബം കടക്കാൻ തീരുമാനിക്കുകയും ചെയ്തത്. എന്തായാലും ഇക്കാര്യത്തിൽ തൃപ്തികരമായ മറുപടി നൽകാൻ ആരോഗ്യവകുപ്പിന് കഴിഞ്ഞിട്ടില്ല. പക്ഷേ തെളിവുകൾ ഒക്കെ ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട്. എന്താണ് സംഭവിച്ചത് എന്നത് സംബന്ധിച്ച് ആ ഡോക്ടർ തന്നെ പറയുന്നുണ്ട്. തുടർ ചികിത്സയ്ക്ക് ആ ഡോക്ടർ പണം അയച്ചതിന്റെ വിവരങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ പോലീസിന് കാര്യങ്ങൾ കുറെ കൂടി എളുപ്പമാകാൻ തന്നെയാണ് സാധ്യത. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.